ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് എൻ്റെ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ PG പഠിച്ച കോളേജിലേക്ക് പോവുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലാണ് ഞാൻ PG ചെയ്തത്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ 7:10 മെമൂന് കൊയിലാണ്ടി സ്റ്റേഷനിൽ കയറി ഒരു 9 മണിയൊക്കെ ആയപ്പം കണ്ണൂർ എത്തി. നമ്മൾ അവിടുന്ന് ബസ്സും പിടിച്ച് നമ്മൾ കോളേജിലെത്തി. ഗായ്സ്, ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച കോളേജ്. അപ്പം ഗായ്സ്, എനിക്ക് ഓഫീസിൽ ചെന്നിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോളേജിലേക്ക് വന്നത്. ഇതുണ്ടോ, കോളേജിലൊന്നും ആരുമില്ല, എല്ലാവരും വെക്കേഷനിലാണ്. അങ്ങനെ ഗായ്സ്, ഞാൻ എൻ്റെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിന്നെയും എത്തിയിരിക്കുന്നു. അപ്പം ഞാൻ ഓഫീസിൽ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് വരാം. മിഷൻ കംപ്ലീറ്റഡ്. എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കിട്ടി, ഓക്കെ ആക്കി ഗായ്സ്. എൻ്റെ സുന്ദരമായ കോളേജ് നൊസ്റ്റാൾജി അടിക്കുന്നടാ. അപ്പോൾ ഗായ്സ്, ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കോളേജ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഞങ്ങൾ എത്ര ഇരുന്നിട്ടുണ്ടെന്നറിയോ. ഇതൊക്കെ പിള്ളേർ പെയിൻറ് ചെയ്തതാണ്. നമുക്കിനി നമ്മുടെ ഗാർഡനിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. അപ്പോൾ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് ഓരോ കോർണർ ഉണ്ട്. ഞങ്ങളുടെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർണർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർണർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുക. ഞങ്ങളുടെ സ്വന്തം അഡാസ്ട്ര കോർണർ. ശരിക്കും ഗൈസ് നൊസ്റ്റാൾജിയ അടിക്കുന്നു. ആ കാലഘട്ടം ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ. ചാടി കിടക്കുന്നുണ്ട്. ചാടി കിടന്നാലോ? ചാടി കിടക്കാം. അങ്ങനെ എടുക്കുന്ന നല്ല പൊരി വെയിലാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച കോളേജ്. നോക്ക് ഗൈസ്, ഇവിടെ എങ്ങും ആരുമില്ല, പിള്ളേരാരുമില്ല. വെക്കേഷൻ ആയതുകൊണ്ടാണ്. പിന്നെ ചിലർക്ക് എക്സാമാണ് ലാസ്റ്റ് ഇയേഴ്സിന്. സോ എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ആരെയും പുറമെ കാണുന്നില്ല. ഗൈസ്, നല്ല വെയിലാണ്. അങ്ങോട്ടൊന്നും പോകാനേ പറ്റുന്നില്ല. നമുക്ക് തിരിക്കാം. അങ്ങോട്ട് പോയാലേ ഓട്ടോ കിട്ടും. ഓട്ടോ എന്തെന്നാ? ഓട്ടോന് കയറുക. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ കണ്ണൂരുള്ള ഒരു ഷേക്ക് കടയിലേക്കാണ് പോകുന്നത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഷേക്ക് കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി വരാം. ഗൈസ്, ഇവിടെ വിഷു വിപണന മേള നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. $4,600 ഇതിൻ്റെ ഷോറൂം റേറ്റ്. 800 രൂപയാണ് ഒരു പീസിന് ഡിസ്കൗണ്ട്.
എത്ര റേറ്റ്? എനിക്ക് ആ മയിൽപ്പീലിൻ്റെ ആ നെറ്റിപ്പട്ടം ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെ ഒരു ഷേക്ക് കുടിക്കാൻ വന്നതാണ് ഗൈസ്. ഇത് പഴയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള കാലിക്കറ്റ് ഫ്രൂട്ട് സ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ കടിഷേക്ക് കുടിക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇതാണ് കടിഷേക്ക്, നല്ല ടേസ്റ്റാണ്. കണ്ണൂർ വരുമ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കൂ. സാമ്പാർ, മീൻകറി, പിന്നെ പലതരം ഉപ്പേരികൾ, പച്ചടി, അച്ചാർ, അവിയൽ, കൂട്ടുകറി, മോര്, അതിനൂടെ പായസമുണ്ട്. അപ്പം നമ്മളിത് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളുടെ മിഷൻ നമ്മൾ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് 3:10 ട്രെയിനിലാണ്. ട്രെയിനിൽ കയറി നമ്മൾ